ഇവിടെ തന്നെ നിൽക്കുക. അപ്പോൾ this is a very we met up accidentally അങ്ങനത്തെ kind of concept ആണ്. അല്ല I've come to pick you up. സർപ്രൈസ് ആണ്. ആരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേട്ടോ നോക്കിക്കോ ശബ്ദം അറിയാമോ? സുവർണ അവസരം ഭയങ്കര എന്നെ മാത്രം ഗ്രൂപ്പിലില്ലാടി വൈ നോട്ട് എന്നുള്ളൊരു കാര്യം വന്നു. എന്റെ കാര്യക്ക് ഞാൻ കൊടുത്തതാ. അതോ എനിക്ക് ചെയ്യണം. എനിക്കറിയാം എന്റെ ശരീരത്തിന്റെ വേദന. എന്താ ഇഷ്ടം? കറുമുറു സാധനങ്ങൾ. ഞാൻ പറഞ്ഞു ഞാൻ അനൂമി എന്നൊരു പെൺകുട്ടിയുടെ പേരാന്ന് വിചാരിക്കും. ചെറിയ പെൺകുട്ടി ഫാസ്റ്റ് പറയണം. അയ്യോ ഓക്കെ എന്തൊരു സുഖം. അതൊക്കെ എന്തിനു വേണ്ടി നാണം കെടുത്താൻ പ്രൊഡ്യൂസറിന്റെ പ്രശ്നങ്ങളെ. ഇത് നിങ്ങൾക്കൊരു മെസ്സേജും കൂടി ആണെന്ന് മനസ്സിലാക്കിക്കോ. ഓക്കേ, hello everybody, welcome back to RH Talkies. Yes, അപ്പം പതുക്കെ മൂവി പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എസ്പെഷ്യലി ബിക്കോസ് എന്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളൊക്കെ മൂവീസുമായിട്ട് ഫെബ്രുവരി മാസം പുറത്ത് വരുന്നുണ്ട്. So I was like, hey, when friends are doing movies, you should catch up with them and talk about it. What do you guys think? Good idea, no? And you know what's really convenient? ഞാൻ ഇവിടെ കുണ്ടന്നൂരാണ് താമസിക്കുന്നത് and എന്റെ ഫ്രണ്ട് ക്രൗൺ പ്ലാസയിലാണ്. അപ്പൊ I said, ഞാൻ പിക്കപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വന്നിട്ട് എന്റെ വീട്ടിലൊരു ചായക്ക് കുടിക്കാം. അതാണ് സെറ്റപ്പ്. ബട്ട് ഹു ആം ഐ ടോക്കിംഗ് അബൌട്ട്? അതാണ് ചോദ്യം. We shall find out right away. വിളിക്കട്ടെ ആളെ. കേട്ടോ നോക്കിക്കോ ശബ്ദം അറിയാമോ? എത്തി. അത്ര അടുത്ത വീട്. വന്നോളൂ വന്നോളൂ, ഞാൻ അപ്ലേക്ക് അവിടെ ഉണ്ടാവും. കാണാം. ആളെ മനസ്സിലായോ? Come, let's go. എന്റെ ഭാവന എന്തൊക്കെയുണ്ട് വിശേഷം? Tell me what's happening with you. You have all the വിശേഷംസ് happening. വിശേഷം വെച്ചാൽ ഇന്നലെ മറ്റേ ഓഡിയോ ലോഞ്ച് ആയിരുന്നു ട്രിവാൻഡ്രം ലുലു. ഓട്ടമാണ് ഭയങ്കര ഓട്ടമാണ്. കാരണം എന്താ വെച്ചാല് 11 o'clock we started from Trivandrum and it's around I don't know 4:30 or something ഞങ്ങൾ ഇവിടെ എത്തിയത്. രാവിലെ 4:30 എത്തിയിട്ട് ഞാൻ ഉറങ്ങാൻ തന്നെ 5 o'clock ആയി. പിന്നെ ഫോർ സം റീസൺ 8:30 ഞാൻ കണ്ണുറന്ന്. പിന്നെ അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അനോമിയുടെ വിശേഷങ്ങൾ സംസാരിക്കും. കറക്റ്റ് ആണോ ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്? അനോമി. Does that word have a meaning? Yeah. What does Anomi it mean? means ഒരു ലാക്ക് ഓഫ് സോഷ്യൽ ഓർഡർ കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു നോംലെസ്നെസ് ഉണ്ടാവും. There are certain norms to the society. ആ നോംസ് ഇല്ലായ്മയാണ് അനോമി എന്ന് പറയുന്നത്. മേ ബി ലൈക്ക് ഏലിയനേറ്റിംഗ്, അങ്ങനെ കുറെ മീനിങ് ഉണ്ട്. എനിക്ക് ആക്ച്വലി ഇവരുടെ ഡയറക്ടർ ഫസ്റ്റ് വന്ന സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ റിയാസ് മാറാത്ത പുതിയ ഡയറക്ടർ വന്ന് കഥ പറഞ്ഞപ്പോ ഈവൻ എന്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ത് അനൂമിയോ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു ക്യാച്ച് ഒരു ടൈറ്റിൽ എടുത്തൂടെ, ഇതെന്ത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ അനൂമി എന്നൊരു പെൺകുട്ടിയുടെ പേരാന്ന് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേരല്ലേ ആണ്. അതാണ് എനിക്ക്. അത് കഴിഞ്ഞപ്പോ അവര് എന്റെ അടുത്ത് പറഞ്ഞു. ആക്ച്വലി അവര് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, അനോമി കറക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ആള് വന്നത്. അപ്പൊ പക്ഷെ എത്ര നാൾ മുമ്പായി സ്ക്രിപ്റ്റ് വന്നത്? ഞാനത് കേൾക്കുന്നത് 2022 എൻഡ് ആണെന്നാണ് എന്റെ ഓർമ്മ. ഓൾമോസ്റ്റ് എൻഡ് ഓഫ് കോവിഡ്. അത് അല്ല, കോവിഡ് 2021 ഫുൾ കഴിഞ്ഞിട്ട് 22 എൻഡ്. ഐ മീൻ ഈ എന്റെ കാക്കാക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു ഞാൻ ചെയ്തു ഷറഫിന്റെ കൂടെ ചെയ്ത മൂവിയുടെ ഷൂട്ട് കഴിഞ്ഞ സമയത്താണ് ഞാനിത് കേട്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2023. പക്ഷെ കുറേ സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നു. കുറെ ഞങ്ങൾക്ക് കൊച്ചിയിൽ കുറെ ഷൂട്ട് ഉണ്ടായിരുന്നു, പൊള്ളാച്ചിയിൽ ഉണ്ടായിരുന്നു, മുംബൈയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കൊടൈക്കനാൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ നമ്പർ ഓഫ് ഡേയ്സ് കുറെ ഉണ്ടായിരുന്നോണ്ട് ഇങ്ങനെ ഒരു സ്ട്രെച്ചിലാണ്. You took a while. Yeah. What excited you most about this? ഇതിപ്പം എത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ടാം ഒരു മലയാളം ഫിലിം? Has there been a big gap? Not exactly. ഞാനൊരു ആക്ച്വലി എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 4 to 5 years ഞാൻ I took a sabbatical from മലയാളം because എനിക്ക് വേണമെന്ന് തോന്നിയിരുന്നു. മെന്റലി ഐ ജസ്റ്റ് തോട്ട് ഓഫ് ഇല്ല കുറച്ചു കാലം കഴിഞ്ഞിട്ട് ചെയ്യാം. ഈവൻ ചില സമയങ്ങളിൽ ഇനി ചെയ്യണ്ടെന്നും അങ്ങനെയൊക്കെ തോട്ടായിരുന്നു. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു.
പിന്നെ എൻ്റെ കാക്കൊരു പ്രേമം ഉണ്ടായിരുന്നു ഹാപ്പൻ. അത് കഴിഞ്ഞ് എൻ്റെ കാക്ക ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഷാജി കൈലാസ് സാറിന്റെ ഹണ്ട് ചെയ്തിരുന്നു. പിന്നെ നടികൾ ചെയ്തിരുന്നു. നമ്പർ ഓഫ് ഡേയ്സ് വളരെ കുറവാണെങ്കിലും പോലും ഹണ്ട് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ശങ്കർ രാമകൃഷ്ണന്റെ റാണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ റാണിയിലും നടികളൊക്കെ മുകളിലൊക്കെ ക്യാമിയോ ആയിരുന്നു, ഗസ്റ്റ് റോൾ പോലെ. അപ്പൊ എൻ്റെ കാക്ക കഴിഞ്ഞിട്ട് പിന്നെ ഹണ്ട് കഴിഞ്ഞ് പിന്നെ ഇതാണ്. പിന്നെ ഒരു നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഒരു ഗ്യാപ്പ് അല്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഇംപ്രസ്ഡ് ആവുന്ന സ്ക്രിപ്റ്റ് ക്യാരക്ടർ വന്നാലേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെയാണ് ഫൈനലി അനോമി is the 90th movie. Can you believe you've done 90 films in the last 23 years? 23 years. That's incredible. So are you excited about this? What is your first feeling? Nervousness. Actually, I'm nervous. I know. Yeah. Because എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് I'm one of the producers also. അത് ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ ഇതിൽ നമുക്കൊരു അതൊരു റൈറ്റ് വെഞ്ചർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ദിസ് ഹാപ്പൻഡ്. എല്ലാം ഞാൻ ഈ മൂവി കമ്മിറ്റ് ചെയ്തപ്പോൾ ഐ കമ്മിറ്റഡ് ദിസ് ആസ് എൻ ആക്ടർ. നമ്മൾ കഥ കേട്ടു, ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ബാക്കി എല്ലാവരുടെയും ജേർണി, ക്ലൈമാക്സ്, അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. ആൻഡ് റിയാസ് മാറാത്ത ഡയറക്ടർ, റിയാസ് ഭയങ്കര റിസപ്റ്റീവ് ആണ്. നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ആള് ഭയങ്കരമായിട്ട് അത് അല്ലാതെ ഇല്ല ഇതാണ് അങ്ങനെ ഇരിക്കില്ല, എല്ലാവരുടെയും സജഷൻസ് കേൾക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വളരെ കൺവിക്ഷൻ ആണ് ആൾക്ക്. ഭയങ്കര ഇതിൽ നമുക്കത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഇതൊന്നും നമ്മള് വന്ന് എങ്ങനെ പ്രൊഡ്യൂസർ അതാണ്. അതൊരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ ഇവര് ആദിത്യ പ്രസന്നകുമാർ APK സിനിമാസ് ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, മെയിൻ പ്രൊഡ്യൂസേഴ്സിൽ ആള് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, താല്പര്യമുണ്ടോ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് വരാൻ, ആർ യു ഇൻട്രസ്റ്റഡ്? ഐ മീൻ ചുമ്മാ ഞങ്ങൾ ചോദിക്കുകയാണ് എന്ന് ചോദിച്ചു. ഞാനതിങ്ങനെ വെറുതെ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ആലോചിച്ചു വൈ നോട്ട് എന്നുള്ളൊരു കാര്യം വന്നു. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ അത്രയും എഡിറ്റ് ചെയ്ത പോർഷൻസ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച്, പക്ഷെ അതിനേക്കാൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. പ്രോഡക്റ്റ് നല്ലതാണെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഒരു അഷുറൻസോടി എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഓക്കെ എന്നാൽ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അപ്പോ we've reached my place. അതുകൊണ്ട് ഫുൾ സംസാരിച്ച് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. So I stay in this flat. നമുക്ക് മുകളിലേക്ക് പോയാലോ? ഓക്കെ, this way. Okay. ടോപ്പ് ഫ്ലോർ ഒബ്വിയസ്ലി ചെടി കണ്ട അറിയാം, ദാറ്റ്സ് മൈ ഹൗസ്. ഇനി ഞാൻ അകത്ത് കയറി അഭിനയിക്കണോ? വെൽക്കം ക്രിസ്മസിന്റെ വെൽക്കം ഹോം. ഇതാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്റെ രാജ്യം. അപ്പൊ കമാൺ, എന്റെ ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ഏരിയയിലേക്ക് ഞാൻ ഭാവനനെ കൊണ്ടുവന്നേ. ഞാൻ ഒരിക്കലും കയറാത്ത കിച്ചൺ. ഐ ഡോണ്ട് യൂസ് ഇറ്റ് മച്ച്, ബട്ട് കിച്ചണിൽ ആരെങ്കിലും കുക്ക് ചെയ്ത് കാണാനുണ്ട്. അത് എനിക്കിരിക്കാൻ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോ എനിക്കിരിക്കാൻ. ഫസ്റ്റ് ലെറ്റ് മീ ആസ്ക് യു, ഹോട്ട് ഓർ കോൾഡ്? യൂഷ്വലി തണുപ്പാണോ ഇഷ്ടം, ചൂടാണോ ഇഷ്ടം? It depends. അങ്ങനെ സ്ഥിരമായിട്ടൊരിതില്ല. ചില സമയത്ത് കോൾഡ്, ചില സമയത്ത് ഹോട്ട്. അങ്ങനത്തെ ഒരു ഇപ്പൊ okay, I'll have something cold. Something cold. Okay, I'm gonna give you options there also. Fridge magnets. കുറെ സ്ഥലങ്ങളിൽ പോയതിന്റെ. Do you want like tender coconut juice or do you want orange juice? Tender coconut would do. There we go. Thank you. Sweet or spicy? Spicy. Yeah? What's your favorite spicy food? Favorite spicy food is very tough to say കാരണം കുറേ ഉണ്ട്. Spicy and oil fried, ഇതാണ് എൻ്റെ കാലം മാറ്റിയാൽ നമുക്ക് നോക്കാം. Which way do we go? Do we do days? Do we do chakka chips? Do we do cheese balls? Or do we do tapioca? Oh my god. Which way? I'll take tapioca. Okay, there we go. Sweets ആയിരുന്നു എന്തായിരുന്നു ഓപ്ഷൻ? Sweets ഇല്ല. Sweets ഉണ്ട്. അല്ല വേണ്ട, ഞാൻ ചോദിച്ചാൽ സ്വീറ്റ്സ് അല്ല. This you can't say no to മോളെ. I'm looking. കാണിക്കല്ലേ എന്റെ വീട്ടിൽ ആകെ കിട്ടുന്നത് will be dark chocolates. We'll finish it. എന്റെ അടുത്ത് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, എവിടെ ദുബായി പോയിട്ട് വരുമ്പോ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ യൂസ് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുവരാം. അന്നൊന്നും ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ചിന്തിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ I love this is amazing. ഞാൻ എന്തുകൊണ്ട് വൈറ്റിന്റെ ഭയങ്കര ഇഷ്ടം. വൈറ്റിന്റെ ഫാനാണോ? ഡാർക്ക് ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ
കഴിക്കും. ഞാനിങ്ങനെ കേട്ടു കുറിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഈ സിനിമാ സെറ്റിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ബിക്കോസ് കുറെ ടൈം ബ്രേക്കിലിരിക്കാണല്ലോ. അപ്പം ഇന്നിപ്പോ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കാണിക്കുകയുള്ളൂ. എനിക്ക് കാണണ്ട. അതായത് എനിക്ക് ഒന്നാമത് ഞാൻ വേറെ ഒരു ഫണി കാര്യം പറയാം. ഞാൻ ഇനി പറഞ്ഞു എനിക്ക് ഞാനൊരു നമ്മുടെ ഫസ്റ്റ് മേ ബി ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് ലോക്ക്ഡൌൺ മുമ്പ് തൊട്ടിട്ടെ ഐ സ്റ്റാർട്ട് ഗെയിനിങ് വെയിറ്റ്. ആ സമയത്ത് കുറേശ്ശെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സ്വയമായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങി, ഐ ഡോണ്ട് കെയർ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും, ഞാൻ തടി വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കാൻ പോകുന്നില്ല, എന്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ബജ്രംഗി 2 എന്ന് പറഞ്ഞൊരു കന്നഡ ഫിലിം ആ സമയത്ത് ആക്കിയപ്പോഴത്തേക്ക് ആ ഡയറക്ടറുടെ അടുത്ത് ആദ്യം പറഞ്ഞു മെലിയണ്ടാട്ടോ, കുറച്ച് ചബ്ബിയായിട്ട് കഴിക്കണം, ബിക്കോസ് ഇതൊരു നാടൻ ഒരു പെണ്ണാണ്, സാരിയൊക്കെ ചുറ്റി ഫുൾ കേളി ഹെയർ ആയിട്ടൊക്കെ വരുന്നത് ശിവരാജ് കുമാറാണ്. അപ്പൊ മെലിഞ്ഞ് ഇങ്ങനെ ഒരു മോഡേൺ ലുക്ക് പോലെ വരരുതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പിന്നെയും കുറച്ചുകൂടി കഴിക്കാമല്ലോ, ഈസി അല്ലേ, ഞാൻ പിന്നെ ഓക്കെ അല്ലെങ്കിൽ ഞാൻ മെലിയാൻ പറയാൻ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഗൈൻ ലോക്ക്ഡൌൺ വന്നു. 2020-21 കംപ്ലീറ്റ് ആയിട്ട് ജിമ്മ് നിർത്തി, തീറ്റ മാത്രമായി, തിന്ന. അപ്പൊ ഞാൻ എന്റെ പ്രിൻസിപ്പിൾസ് ഫുൾ മാറി. അതുവരെ ഞാൻ എനിക്ക് മെലിയണം, എനിക്ക് ഡ്രസ്സ് ഇടുമ്പോ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഉള്ളതൊക്കെ മാറിയിട്ട് എനിക്ക് എന്റെ ഒരു ലൈഫ് ഉള്ളൂ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കും, എനിക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഫുൾ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് തോട്ട്സ് ഒക്കെ മാറി, എന്റെ ഇതായിപ്പോയി. അങ്ങനെ ഞാന് പിന്നെ എന്റെ കാക്ക കഴിഞ്ഞ് ഇപ്പൊ അനോമിയിലേക്ക് എത്തിയപ്പോ ഞാൻ കുറച്ച് ചബ്ബിയായിട്ട് കഴിക്കണേ. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. അവര് പറഞ്ഞു ഈ സാറ ഫിലിപ്പ് ആക്ച്വലി അങ്ങനെ ഒരു ലുക്സിനെ പറ്റി ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരാളെ അല്ല. സാറ ഫിലിപ്പ് ഇസ് ഷീസ് എ ഫോറൻസിക് അനലിസ്റ്റ്. അവര് ഭയങ്കര പുറത്ത് വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അനിയനുണ്ട്. അനിയനോട് ഭയങ്കര പിന്നെ ഇമോഷണലി അറ്റാച്ച്ഡ്, സോഫ്റ്റർ ആണോ? അതെ, ഷെബിൻ ബെൻഷനാണ് ചെയ്യുന്നത്. അപ്പൊ സോ സാറ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ്, ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഈ സൈൻ എന്നാണ് പേര്. അപ്പൊ സിയാൻ ഫിലിപ്പും സാറ ഫിലിപ്പും. അപ്പൊ ഈ സിയാന് കാണാതാവുന്നത് തൊട്ട് സാറയുടെ ലൈഫ് ചേഞ്ച് ആവുന്നതും സാറ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതും അതെങ്ങനെയാണ് അത് പ്രോസസ് ചെയ്യുന്നത്, നെക്സ്റ്റ് സാറ എന്ത് ചെയ്യുന്നു എന്നുള്ള ജേർണിയാണ് ഇത്. സോ ഇവൻ എന്റെ അടുത്ത് പറഞ്ഞത് സാറ ഡസന്റ് കെയർ ഹൗ ഷീസ് ഗോയിങ് ടു ലുക്ക് അല്ലെങ്കിൽ വാട്ട് ഇസ് ഷീ വെയറിംഗ് എന്നുള്ള സംഭവമേ ഇല്ല. സോ ഒന്നും ആലോചിക്കേണ്ട കാര്യം. അതെ, അപ്പൊ സെയിം ആയിരുന്നു ലൊക്കേഷനിൽ അത് കഴിക്കുക അതൊരു കാരണമാക്കി എടുത്തു ഞാൻ അത് എനിക്ക് കിട്ടിയത് ഞാനൊരു സുവർണ അവസരമാക്കി മാക്സിമം ചൂഷണം. ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. Which was your favorite one shooting? കൊടൈക്കനാൽ. Because ഇവിടെ ചൂടാണ്. I'm imagining കൊടൈക്കനാൽ would have been such a pleasure. ഞങ്ങൾക്ക് നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ കൊച്ചിയിൽ നല്ല ചൂടും കാര്യങ്ങളും അതൊക്കെ. പക്ഷെ എനിക്ക് കൊടൈക്കനാൽ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ള സ്ഥലം. ഈവൻ വാഗമൺ, മൂന്നാർ, ഊട്ടി ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. കൊടൈക്കനാൽ ഒരു ഇത്തിരി സോഫ്റ്റ് കോർണർ കൂടുതലാണ്. What was the toughest thing about coming and doing this film for you? Toughest in terms of the character and the filmmaking. ഈ സിനിമ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചാലഞ്ചിങ് ആയി തോന്നിയോ compared to the other projects you have done? ചാലഞ്ച് എന്ന് പറയുകയാണെങ്കിൽ മേ ബി ഐ ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ഹാവന്റ് ഡൺ ബിഫോർ. ഈ ത്രില്ലർ സൈക്കോളജിക്കൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് വിത്ത് സൈഫൈ എലമെന്റ്, ഒരു ചെറിയ സൈഫൈ എലമെന്റ് കൂടി ഉണ്ട്. ഞാൻ കേസ് ഓഫ് കൊണ്ടാന എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ ഫിലിം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനൊരു പോലീസ് ഓഫീസറാണ്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. പക്ഷെ ഇതിൽ ഞാൻ കുറേ കൂടി ഇൻവെസ്റ്റിഗേഷനിൽ ഇൻവോൾവ് ആണ്. മറ്റേ മൂവി ചെയ്യുമ്പോൾ ഞാൻ ആയിരുന്നു, പക്ഷെ ആ സമയം വന്നപ്പോ എനിക്ക് പനി വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 15 days എനിക്ക് കുറയ്ക്കേണ്ടി വന്നു. കാരണം അവർക്ക് വേറെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ്സ് ഇല്ല, ലൊക്കേഷൻ കിട്ടാനില്ല. എനിക്ക് തീരെ വയ്യാതായി പോയി. അങ്ങനെയൊക്കെ അപ്പൊ കുറേ സീൻസ് തന്നെ ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഫിലിംസ് അതിന്റെ ഒരു ഡിപെൻഡിങ് ഓൺ യുവർ ഹെൽത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അത് നന്നായിട്ട് വന്നു. സാറേന്ന് എനിക്ക് ഒരു വ്യത്യാസമുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തു വെച്ച ഇപ്പൊ ഈ ഒരു 89 ഫിലിംസിലും എവിടെയെങ്കിലൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്റെ ക്യാരക്ടേഴ്സിലുണ്ടായിരുന്നു. കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ ഫണി ആയിരിക്കാം, ടോക്കറ്റീവ് ആയിരിക്കാം, അങ്ങനെ ഇങ്ങനെ. പക്ഷെ സാറ എനിക്ക് പറയണു ഐ കാൻ സേ ദാറ്റ് എനിക്ക് കണക്ഷനേ ഇല്ല എന്ന്. പക്ഷെ സാറയുടെ ജേർണി ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അതെനിക്ക് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയി തോന്നി, ഇൻ എ ഗുഡ് വേ. പക്ഷെ അതൊരു ടഫായിരുന്നു ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഒരു വെൽ റിട്ടേൺ സ്ക്രിപ്റ്റ് ആണ്.
അതുകൊണ്ട് നമുക്ക് ആ സീൻ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു മൂഡ് കിട്ടും. I also know Rahmanika. He's there in a nice character. He's like a police officer. നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാണോ? എനിക്ക് അവിടെ അടിച്ചു. ഞാനൊന്ന് ട്രെയിലർ കാണുമ്പോൾ കുറെ ഡൗട്ട്സ് ഒക്കെ തവണ കാണിച്ചു തരുമല്ലോ. അതെ ഇപ്പൊ ടീച്ചറിൽ രണ്ടുപേരും ഈ ജേർണി ചെയ്യുന്നത് സെയിം ഗോളിലേക്കാണ്. പക്ഷെ അവരുടെ ജേർണി കൊളൈഡ് ചെയ്യുന്നത് കുറെ കഴിഞ്ഞിട്ടാ. അതുവരെയും അവർ തമ്മിൽ വലിയ ഇതില്ല. അതായത് ആദ്യത്തെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ സാറയുടെ അനിയനായതുകൊണ്ട് ഇത് പേഴ്സണൽ ആണ് സാറയ്ക്ക്. സോ സാറ് പറയാണ് എനിക്ക് ഐ ഗോ ടു എനി എക്സ്റ്റെൻഡ് എന്നുള്ളൊരു കാര്യത്തിലാണ് സാറ നിൽക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെയും അപ്പൊ ആദ്യം ഇവർ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷെ ഇവൻച്വലി അവരുടെ ജേർണി കൊളൈഡ് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അധികം കോമ്പിനേഷൻസ് ഇല്ല. ഇങ്ങനെ ഒരു പാരലലി പോയിക്കൊണ്ടിരിക്കും. ഭാവനേനെ മലയാള സിനിമയിൽ we've seen you play some really popular characters. തുടക്കം മുതലല്ലേ, തുടക്കം തന്നെ ഒരു ചാലഞ്ചിങ് റോൾ ആയിട്ടാണ് വരുന്നത്. And then you've gone through such a wonderful work graph, fun films, really good films. അത് വെച്ച് നോക്കുമ്പോ ഒക്കെ where would you place Anomi in your movie filmography? It's definitely going to be very 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 close to my heart. ഒന്ന് നമ്മൾ ചിലപ്പോ ഒരു 6-7 സ്ക്രിപ്റ്റ് കേൾക്കും. ചിലപ്പോൾ നമുക്ക് ഈ 6-7 എണ്ണം നമുക്ക് വർക്കാവില്ല. നമുക്കത് വർക്കാവില്ല. ഈ പുതിയ ഡയറക്ടർ, പുതിയ കമ്പനി, പുതിയ ആക്ടേഴ്സ് ഒക്കെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് ഒരിക്കലും ഒരു കുഴപ്പമില്ലാത്ത ഫാക്ടേഴ്സ് ആണ്. പക്ഷെ സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്കത് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ കുറെ നോ പറഞ്ഞിട്ടുണ്ട്. കുറെ നോ പറഞ്ഞിട്ട് പോയി വലിയ ഹിറ്റ് ആയ സിനിമകളുണ്ടോ? Can you remember anything? Yeah. No? So you've always picked, you've managed to pick. അങ്ങനെ ഡേറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റാതിരുന്ന പടങ്ങൾ ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതോ എനിക്ക് ചെയ്യണം പക്ഷെ ചെയ്യാൻ പറ്റാതിരുന്ന പടങ്ങൾ നല്ല സക്സസ് ആയിട്ടുള്ള പടങ്ങളുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ട സിനിമകൾ അങ്ങനെ ഒരു ഭയങ്കര ഹിറ്റായിട്ട് റിഗ്രറ്റിലേക്ക് വന്നു. അപ്പൊ ഡേറ്റ് ഇല്ലാത്ത പോയിട്ട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? ഡേറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. അത് ബേസിക്കലി ഇപ്പൊ ഷാഫി ചേട്ടൻ ഒരു മൂവിയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ നെയിം. ഷാഫി ചേട്ടനെ നീ ഇത് ചെയ്യണം, നീ ചെയ്താൽ അങ്ങനെ ഇറക്കി അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ആ സ്ക്രിപ്റ്റും ഒക്കെ. പക്ഷെ സെയിം ടൈം ഞാൻ തമിഴിൽ ഒരു മൂവി ചെയ്തോണ്ടിരിക്കുക. എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ വേറെ അതർ തമിഴ് ഫിലിം, അതും ആ സമയത്ത് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റില്ല. അതർ ആക്ട്രസ് അത് ഭയങ്കര നല്ല ഇതിലാണ് വന്നത്. അങ്ങനെ ചില മൂവീസ് നമ്മൾ വന്ന് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയൊക്കെ നല്ല നല്ല പ്രോജക്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഥ കേട്ടിട്ട് നോ പറഞ്ഞിട്ടൊരു പടം ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അങ്ങനെ എനിക്ക് ഇല്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചൂട് ഭയങ്കര കൂടിയത് കൊണ്ട് എനിക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം തോന്നുന്നു അല്ലെ? നല്ല ചൂടാ. ഞാനിവിടെ ചത്തിരിക്കാം. സൗണ്ട് കമ്മിച്ച് നമുക്ക് അങ്ങോട്ട് പോയാലോ? കുറച്ച് ഈസി, बहुत गर्मी है, ലൊക്കേഷൻ ചേഞ്ച് ചെയ്തപ്പോ എനിക്കൊരു ആശ്വാസം. കുറച്ച് ഈസി ഒക്കെ വരുന്നുണ്ട്. തണുപ്പായി കൊടൈക്കനാലിൽ എത്തിയ പോലെ. Okay, so now we're going to do a very quick segment, 60 seconds with Bhavna. Okay, maximum number of questions. Rapid fire 60 seconds. Okay, maximum questions. Fast പറയണം. അയ്യോ. Okay. Okay, are you ready? ഒരു ക്ലൂ, ഒരു ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ തരാം. ഡിസ്ക്രൈബ് യുവർ സെൽഫ് ഇൻ 3 words. അതിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നത്. ഇത് 1 മണിക്കൂറൊക്കെ ഞാൻ അത് ട്രയൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ ആദ്യം മനസ്സിൽ വരുന്നങ്ങ് പറഞ്ഞാൽ മതി. ഡസന്റ് മാറ്റർ, നോ ജഡ്ജ്മെന്റ് അറ്റ് ഓൾ. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. രാവിലെ എണീക്കുമ്പോ ചെയ്യുന്ന ആദ്യത്തെ കാര്യം? ഫോൺ ചാർജ് ചെയ്യുന്നു. ഏറ്റവും അധികം ആൾക്കാരിൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി? നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന. സൂപ്പർ പവർ യു വിഷ് യു ഹാഡ്? സൂപ്പർ പവർ എനിക്ക് ഡിസപ്പിയർ ആവാൻ പറ്റുന്ന ആഗ്രഹമുണ്ട്. സിംഗ് യുവർ ഫേവറേറ്റ് സോങ് കറന്റ് ഫേവറേറ്റ് സോങ്? അയ്യോ, പെട്ടെന്ന് അതൊരു സിംഗിള പാട്ടാണ്. അതുകൊണ്ട് എനിക്ക് എന്തോ എനിക്ക് ഓർമ്മയില്ല. എന്തോ മറ്റേ മോസ്റ്റ് ഫണി കോസ്റ്റാർ അയ്യോ, ഇപ്പം കുറെ ഹനീഫ് ഖാ, സലീം ഏട്ടൻ, അങ്ങനെ കുറെ പേരുണ്ട്. Okay, if you were not an actor, you would be? ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഭാവന ആരാവും? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് പണ്ട്. അതായിരുന്നേനെ. ഓക്കെ, ടീ ഓർ കോഫി? ടീ. ബീച്ചസ് ഓർ മൗണ്ടൻസ്? മൗണ്ടൻസ്. സ്നീക്കേഴ്സ് ഓർ ഹീൽസ്? സ്നീക്കേഴ്സ്. ടെക്സ്റ്റ് ഓർ വോയിസ് നോട്ട്? ടെക്സ്റ്റ്.
സമയം കഴിഞ്ഞു. കഴിഞ്ഞോ? Okay, so now I want to go back to Anomi. Okay, ipo Anomiile music is done by somebody who is from outside. It's his first film here. ഹർഷവർദ്ധൻ. ഹർഷവർദ്ധൻ മലയാളത്തിൽ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ്. നല്ല പാട്ടുവാ. I really liked it. ഹർഷവർദ്ധന്റെ അർജുൻ റെഡ്ഡി, അതുപോലെ ആനിമൽ, Yes, പിന്നെ ഇപ്പൊ പ്രഭാസിന്റെ സ്പിരിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. nice. അപ്പൊ നല്ല കുറെ പ്രോജക്ട്സ്. How did he come on board? ഇത് ഞങ്ങൾ എല്ലാരും കൂടെ ഞാൻ റിയാസ് ആദ്യത്തൊക്കെ കൂടിയിട്ട് ഞങ്ങൾക്ക് മ്യൂസിക് ആരാ ചെയ്യണ്ടേ എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. കുറെ നെയിംസ് വന്ന് ആ സമയത്ത് തന്നെ ആനിമൽ റിലീസ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈക്വലി ഇംപ്രസ്ഡ് ആയിട്ടൊരു ആൽബം ആയിരുന്നു. ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലേ, പടത്തിനെ അങ്ങ് എലിവേറ്റ് ചെയ്ത് വേറെ ലെവലിൽ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ വെറുതെ തോന്നിയ ഒരു ക്രേസി തോട്ടാണ്, ലൈക്ക് ഓക്കെ നമുക്ക് എന്തുകൊണ്ട് അപ്രോച്ച് ചെയ്തുകൂടാന്നുള്ള പോലെ. അങ്ങനെ നമ്മൾ മീറ്റിങ്ങിന് നമ്മൾ ചോദിച്ചു, നമ്മൾ കുറച്ച് അയച്ചു കൊടുത്തപ്പോൾ ആൾ ഇംപ്രസ്ഡ് ആയി, ഓക്കെ വരാൻ പറഞ്ഞു. മീറ്റിംഗ് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ എടുത്ത വിഷ്വൽസിൽ ഹി വാസ് ലൈക്ക് ഇംപ്രസ്ഡ്. ഹി സെഡ് എനിക്ക് നന്നായിട്ട് തോന്നുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആള് വന്നത്. ഇതൊക്കെ നല്ല കാര്യങ്ങളായി. അത് അവസാനം ഒരു പാക്കേജായി വന്നപ്പോൾ everything looks good. And who else is involved with cinematography team? Cinematography is Sujit Sarang. Again, dear comrade ഒക്കെ സിനിമാറ്റോഗ്രാഫർ ആണ്. ഇപ്പൊ ദുൽഖറിന്റെ ആകാശംലോ ഒക്കെ താരാന്ന് പറഞ്ഞിട്ടുള്ള തെലുഗു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ വണ്ടർഫുൾ ടെക്നീഷ്യൻ. പിന്നെ മ്യൂസിക് നമുക്ക് ചെയ്തിരിക്കുന്നത് ഹർഷവർദ്ധൻ പറഞ്ഞു. സൗണ്ട് നമുക്ക് ചെയ്യുന്നത് ഫസലാണ്, ഹു ഹസ് ഡൺ മഞ്ഞുമൽ ബോയ്സ്, അജഗജാന്തരം ഒക്കെ. പിന്നെ കോസ്റ്റ്യൂം സമീറ ചേച്ചിയാണ്, എഡിറ്റിംഗ് കിരൺ ദാസ്. അങ്ങനെ ടെക്നിക്കൽ വൈസ് ടെക്നീഷ്യൻസ് എല്ലാവരും ഭയങ്കര സീസൺഡ് ആയിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള നല്ല സോ പ്രൊഫഷണൽ അല്ല ഞങ്ങൾ ഞാൻ ഇന്നലെ ഐ വാസ് ലൈക്ക് ഞാൻ ഇതുവരെ ആർക്കും സർപ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനും ആർക്കും കൊടുത്തില്ല. മിക്കവാറും നമ്മൾ രണ്ടും കൂടെ കൊണ്ട് ഫോളോ ആക്കും. എനിക്ക് ഇവിടുന്ന് കണ്ണിങ്ങനെ കാണാം. ഞാൻ വിചാരിച്ച എന്താ അറിയോ, ഇവിടെ അസിസ്റ്റന്റ് അത് ചെയ്യുന്നൊക്കെ പറയാം. ഇത് രഞ്ജന ചേച്ചിനല്ല, യോർ അസിസ്റ്റന്റ് ആയിരുന്നു. എന്ത് പറഞ്ഞാലും ഒന്നും ഞാൻ എന്ത് ചോദിച്ചും വരാം, അവിടെ വരുമോ, വരാം, കേറാം. അല്ല, ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഞാൻ ഒരു പാവല്ല, എനിക്ക് ഏതായാലും അറിയില്ല, വായിക്കാനും അറിയില്ല, ഇതൊക്കെ അല്ല അറിയുള്ളൂ. ഞാൻ വിചാരിക്കുന്ന അസിസ്റ്റൻസിന് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെ. ഞാനാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു സിഗ്നലിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. വന്നില്ലേ? പിന്നെ ഇവൻ ക്യാമറ തിരിച്ചപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. ഓക്കെ വന്നു. ഞാനാണെങ്കിൽ കാര്യമായിട്ട് ഇന്നലെ മുതൽ അത്ര സംസാരിക്കുന്നൊന്നുമില്ല. യൂഷ്വലി സംസാരിക്കും. അല്ല, യു ഡിഡ്ന്റ് എക്സ്പെക്ട് നോ? കാരണം എന്റെ മൈൻഡ് ചെയ്യുന്നില്ല കുറച്ച് ദിവസമായിട്ട്. അനോമിന്റെ പ്രൊമോഷൻ ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ലേറ്റ് നൈറ്റ് ബൈ റോഡ് വന്നോണ്ടിരിക്കുമ്പോ ഞാൻ ഇവൾക്ക് ഇങ്ങനെ നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അത് ഇങ്ങനെ കഴിഞ്ഞു മൈൻഡ്. ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ട് കുറെ, പക്ഷെ ഇവളെ കാണാനില്ല. പിന്നെ ആരൊക്കെ ഉണ്ട് ഗ്രൂപ്പിലേക്ക്? കേട്ടെ, ഞാൻ ഇവള് എല്ലാവരും ഉള്ള ഗ്രൂപ്പ് വേണോ? നമുക്കൊക്കെ ഈ ഫ്രണ്ട്സ് ഉണ്ട് ഗ്രൂപ്പ്. ഞാൻ എന്നെ പുറത്താക്കിയ ഒരു ഗ്രൂപ്പ് ഉണ്ടടാ, എന്നെ പുറത്താക്കി. ഇവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്. ഈ ഫ്രണ്ട്സ് ആയിട്ട് കേട്ടെ, ഈ ഗ്രൂപ്പിൽ എനിക്കറിയില്ല, നിങ്ങളെ ഹേർട്ട് ചെയ്യാതെ പറഞ്ഞു. ഏറ്റവും ചെറിയ ഗ്രൂപ്പ് സായ. ഈ സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സിനൊന്നും നമുക്ക് ഇനി വേണ്ട ആ ഗ്രൂപ്പില്. എന്താറിയോ, ഇങ്ങനെ പറയും ഭയങ്കര എന്നെ മാത്രം ഗ്രൂപ്പിലില്ലടി. നമ്മൾ ഗ്രൂപ്പിലായോ പാവം എടുത്തിടും, പിന്നെ വഴിക്ക് വരില്ല. അപ്പൊ യു ജസ്റ്റ് കിക്ക് ഔട്ട്. വഴിക്ക് വരൂല. പിന്നെ പൊതുവെ ഗ്രൂപ്പിലൊന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പോ പറയണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ സമയം എടുക്കും. അതെ, കുറച്ചൊരു 5 വർഷം മുമ്പേ എടി അവള് നമുക്ക് ചവിട്ടി പുറത്താക്കണം. ഇപ്പൊ ആരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ സായ യു ഇല്ല, ഇപ്പൊ സായി ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഞങ്ങള് ഗ്രൂപ്പിലില്ല. അപ്പൊ ചിലപ്പോ ഭാവനയും അതിനകത്ത് ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് എന്റെ കോമഡി ഞാൻ പറയും, നമ്മളെല്ലാവരും ഇങ്ങനെ ആയാൽ ശരിയാവില്ല, നമുക്ക് ഉടനെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യണം. ഞങ്ങള് ഇമ്മീഡിയറ്റ് രമ്യ അതുപോലെ രമ്യ ഗ്രൂപ്പില് വന്നു കഴിഞ്ഞാൽ രമ്യനെ കാണാറില്ല. രമ്യ അങ്ങനത്തെ ഞാൻ ഇവള് ഷഫ്ന മൃദുല, ഞങ്ങള് 4 പേരുടെ ഗ്രൂപ്പ്. എന്നിട്ട് ഞാൻ ഭയങ്കര കാര്യത്തിൽ വന്ന് സംസാരം തുടങ്ങിയിട്ട് ചിലപ്പോ ഒരു 10 ദിവസം കഴിയുമ്പോ ഓക്കെ ഗൈസ് ഐ എം ലീവിംഗ് ദ ഗ്രൂപ്പ്, ഞാൻ പോകും. എക്സിറ്റ് അടിക്കും. എല്ലാം തുടങ്ങി വെച്ചിട്ട്
ഇത് ആദ്യമൊക്കെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ എന്തോ കാര്യം പറ്റിയിട്ടുണ്ട്, കം ലെറ്റ്സ് ഡു സംതിങ് അബൌട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വിലയില്ല. ഞാൻ പോയി അങ്ങോട്ട് ഇരുന്ന് നോക്കി എനിക്ക് അല്ലല്ല, ഞാൻ ലൈറ്റ് ഭാവനയുടെ ഫേസിൽ വരുന്നുണ്ടോ ശില്പ ബ്ലോക്ക് ചെയ്തോണ്ടോ നോക്കിക്കോട്ടെ. അതിനിടയിൽ സത്യം പറയട്ടെ, എന്റെ ബെൽറ്റ് ഊരി പോയിട്ടുണ്ട്. ബെൽറ്റ് ഫിക്സ് ചെയ്യണോ ലൈറ്റ് നോക്കണോ എന്നൊക്കെ ഞാൻ ഈ പ്രൊഡ്യൂസറിന്റെ പ്രശ്നങ്ങളെ ഇവർക്ക് മനസ്സിലാവും. പിന്നെ രോദനം, പ്രൊഡ്യൂസറുടെ രോദനം. What is the toughest thing being an actor or a producer? ഞാൻ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ബീങ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരു കഷ്ടപ്പാട് ഞാൻ അറിയേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഇതിനകത്ത് ഇന്നായി എന്നുള്ളത് യെസ് ആസ് എ പ്രൊഡ്യൂസർ, പക്ഷെ ബാക്കി എല്ലാം ചെയ്യുന്നത് ഇവരെല്ലാരും ആണ്. ഇപ്പൊ ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ APK സിനിമാസ് ആദ്യത്താണ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. മീറ്റിംഗ് ഇന്ന് വരെ എനിക്ക് ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോകണം അല്ലെങ്കിൽ അത് അവരോട് എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്കിപ്പോഴും നീ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. ആണോ? അവിടെ എനിക്കങ്ങനെ സർപ്രൈസ് തരുന്നുണ്ട്. എന്താ പറഞ്ഞ തക്കിട്ടൊക്കെ ബാക്കിൽ നിന്ന് വരുന്നു മോള്. ഓ, ഞാൻ ആലോചിച്ചു അവളെ കൊണ്ടിരിക്കണോ, ഞാൻ ആലോചിച്ചു. അങ്ങനെ ആസ്ക് യു ശില്പ, ഭാവന is coming back with her 90ാമത്തെ ഫിലിം. ഭാവന ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ മൊഷിയൻ ആക്ട്രസ് എപ്പോഴായിരുന്നു, ഓർമ്മയുണ്ടോ? ആക്ച്വലി ഒരു സിനിമയുടെ സെറ്റിലായിരുന്നു. ഏത് സിനിമയായിരുന്നു? ആഗത്. ആ സിനിമയുടെ സെറ്റില് 2 മൂവീസ് ഒരേ ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അടുത്തടുത്ത. ഹാപ്പി ഹസ്ബൻഡ്സ്. സോ ഹാപ്പി ഹസ്ബൻഡ്സും ആഗതിനും കുറെ നാളുകൾ ഒരുമിച്ചായിരുന്നു ആ ലൊക്കേഷനിലെ ഷൂട്ട്. അതുവരെ എന്താ പറയാ, ഇതില് പ്രശ്നമില്ലല്ലോ. ഇത് ഇല്ല, വേണോ? വേറെ ഞാൻ തന്നെ വെള്ളം വേണോ, ഓറഞ്ച് ജ്യൂസ് വേണോ, ചായ കാപ്പി? ഞങ്ങൾ അങ്ങനെയാ. ഞാൻ കൊടുത്തതാ. അപ്പം ആ ലൊക്കേഷനിൽ പോയപ്പം ദ ഫണി പാർട്ട് വാസ്, അതുവരെ ഞാൻ അത് ആ സമയത്ത് എന്റെ 3ാമത്തെ പടമായിരുന്നു. അതുവരെ എൻ്റെ അടുത്ത് ലൊക്കേഷനിലുണ്ടായിരുന്ന ഏതൊരു ആർട്ടിസ്റ്റുകൾ, എസ്പെഷ്യലി സീനിയർ ആർട്ടിസ്റ്റുകൾ, എല്ലാവരും എൻ്റെ തോന്നി നീ അസല് ഭാവന തന്നെ, ഭാവനയുടെ അതേ വർത്താനം. അവളെ ആ സമയത്ത് പറയായിരുന്നു, ഇപ്പൊ പറയില്ല, കാണാൻ എവിടെയൊക്കെയോ അത്. പക്ഷെ അതിന്റെ കോമഡി എന്താ അറിയോ, ഇവളുടെ സിസ്റ്റർ ഉണ്ട് ചീനി, ഞാനുമായിട്ട് ഭയങ്കര സിമിലാരിറ്റീസ് അവിടെ ഇവളുടെ റിലേറ്റീവ്സ് ഒക്കെ പണ്ടേ പറയും. അവളായിട്ട് ഭയങ്കര സിമിലർ ലുക്സ് ഉണ്ട്. അവൾക്കും കുറെ അങ്ങനെ, നമ്മള് കസിൻസ് ആണെന്ന് കുറെ പേര് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്റെ അടുത്ത് ഭാവന എങ്ങനെയാണ് നിങ്ങൾ സിമിലർ, ഓ മൈ ഗോഡ്, എനിക്ക് അവളോട് പറയണം, അങ്ങനെ എല്ലാ സീനിയർ വർത്തമാനം പറയുന്ന രീതി. എന്നിട്ട് സെയിം അപ്പൊ ഇവിടെ മീറ്റ് ചെയ്തു. നമ്മള് മീറ്റ് ചെയ്ത ഉടനെ ആ ഒരു ഐസ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമേ ഉണ്ടായല്ലോ. ഫസ്റ്റ് തന്നെ നീ അപ്പൊ ഞാൻ എല്ലാരും പറയുന്നു അത്. അങ്ങനെ പിന്നെ നമ്മള് കുറച്ച് നാള് ടെക്സ്റ്റ് അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് വി ഡിസൈഡ് ടു സ്റ്റേ ഓവർ 1 day. അങ്ങനെ നിങ്ങളുടെ ഡാൻസ് പരിപാടിയൊക്കെ തുടങ്ങിയത്? അല്ല അതൊക്കെ കുറെ കഴിഞ്ഞിട്ട്. ആക്ച്വലി മൃദുവും ഞാനും ബാച്ചിയും കൂടെ ഇനിഷ്യലി വി വർ ദ വൺസ് ടുഗദർ. പിന്നെ നാച്ചുറലി എന്റെ ഫ്രണ്ട്സ്, ബാച്ചിയുടെ ഫ്രണ്ട്സ്, അങ്ങനെ അതൊരു ടീമായി. പിന്നെ അത് നാച്ചുറലി സംഭവിച്ച കാര്യം. What I really wanted you here first, because I feel like Bhavna gets happier when you guys are there. ഇവളും മൃദു ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. അപ്പൊ അതിൽ ഞാൻ വന്നു, പിന്നെ ഞാൻ ത്രൂ സായ, രമ്യ, ഷഫ്ന ഒക്കെ വന്നു. അങ്ങനെ പക്ഷെ പിന്നെ എങ്ങനെയൊക്കെയോ എന്താ പറയാ, ഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ എല്ലാവരും അങ്ങനെ ക്ലിക്കായി. And what is the best thing about having a girl gang? so many. Tell me one. I think നമ്മള് ഏജ് കൂടുന്തോറാണ് അതിന്റെ വാല്യൂ. അതാണ് അതിന്റെ അൾട്ടിമേറ്റ് തിങ്. See, they're not my friends anymore. They're like sisters. എല്ലാം എനിക്ക് പറയാം, ഒരു ഫിൽറ്റർ ചെയ്യേണ്ട കാര്യമില്ല, ജഡ്ജ്മെന്റ് ഇല്ല. ലൈക്ക് ഐ ക്യാൻ സേ വാട്ട് എവർ ഐ വാണ്ട് ആൻഡ് വൈസ് വേഴ്സ. എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ഡിസ്കസ് ചെയ്യാം. ജഡ്ജ്മെന്റ്സ് ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം ചെയ്താലും അവരത് പറയും, ഇവരെന്തെങ്കിലും ചെയ്താൽ ഞാൻ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് ചിലപ്പോൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. അത് ഒരു ഹെൽത്തി, നല്ല ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. What is the biggest argument that you guys have had at almost ഈ ഒരു ഗ്രൂപ്പിനെ? ആക്ച്വലി ഗ്രൂപ്പിനകത്ത് തന്നെ 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് വരുമ്പോ ആദ്യമൊക്കെ ഇത് ആരുടെ കൂടെ നിൽക്കണം മനസ്സിലാവില്ല, ഇത് എവിടെ ഇത്. പിന്നെ അതങ്ങനെ വിടാൻ നോക്കി. അത് തന്നെ വിത്ത് ടൈം അങ്ങനെ മനസ്സിലായ. സോ
Ipa, I think we're all in that stage where we need each other. We know that. But if you're not available today, it's fine. You'll be there for me naale. And then നമ്മൾ അത് we leave it off അവിടെ തന്നെ pick off ചെയ്യാൻ പറ്റുക. Exactly. I have a great girlfriend group also, so I understand അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. പണ്ട് ഇപ്പൊ ഒരു സേ ഒരു 5-6 days ഒന്നും ആരും ഒരാള് സംസാരിച്ചില്ലെങ്കിൽ മറ്റാൾക്കാർ മുഴുവൻ ഇവളെന്താ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ പഴയ പോലെ അങ്ങനെ ഇങ്ങനെ ഇപ്പൊ ചേഞ്ച് ഇപ്പൊ നമുക്കറിയാം ഐ തിങ്ക് ഷീസ് ഗോയിങ് ത്രൂ സംതിങ് അവളെ വിളിക്കും അങ്ങനെ മെച്ചോറിറ്റി പ്രായമാവുന്നതിന് ഒരു നമ്മള് 3 പ്രാവശ്യമായി പ്രായമായി അതിപ്പോ അങ്ങനെ പറ്റുള്ളൂ. ഐ ഡോണ്ട് നോ വാട്ട് അത് സത്യമായതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ അത്രയും ടെൻഷൻ വേണ്ട. ചേച്ചിക്കോ നിങ്ങളൊക്കെ 40ന്റെ അപ്പുറത്തല്ലേ. ഇപ്പഴത്തേക്ക് കാര്യമില്ലാന്ന് ചേച്ചിയെ പോലത്തെ ആൾക്കാരെ തെളിയിക്കുന്നുണ്ട്. എനിക്കറിയാം എന്റെ ശരീരത്തിന്റെ വേദന. അത് ഞാൻ പറഞ്ഞു തരുന്നു. സത്യം പറയട്ടെ, ഞാൻ ഈ വീട് പണിതപ്പോ എനിക്ക് കുറച്ചുകൂടെ പ്രായം കുറവായിരുന്നു. ഈ സോഫയൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഇരുന്നിരിക്കാൻ ഞാൻ തന്നെ എന്റെ കസിൻ സിസ്റ്റർ അവളുടെ പേര് സിത്താര, കുഞ്ഞിന്ന് വിളിക്കാം. അവൾക്ക് ഇപ്പൊ 21. ഞാൻ ചില സമയത്ത് എനിക്ക് മടി, ഭയങ്കര മടി, എനിക്ക് അതിന് മടി ഇതിന് മടി അങ്ങനെ ഇങ്ങനെ അത് ഇത്. അപ്പൊ ഞാൻ വെറുതെ എനിക്ക് യങ്കർ സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്ത ഇവളെ എനിക്ക് ഇങ്ങനെ ഉപദേശിക്കാൻ കിട്ടിയതുകൊണ്ട് ഞാൻ അത് ഇത് എന്നൊക്കെ പറയും. ചെറിയ പെൺകുട്ടി. പക്ഷെ അവളാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറയാം എടി ഇങ്ങനെയായിട്ട് അത് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ വന്നിട്ട് ഞാൻ മറ്റേ അവിടെ വർക്ക്ഔട്ട് ചെയ്തപ്പോ എനിക്ക് ബാക്കിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ എന്റെ അടുത്ത് എന്നെ കാർത്തിന്ന് പറഞ്ഞ കാർത്തിക് എനിക്ക് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പ കിടക്കണം. so we are better. അവർക്ക് 21. അപ്പൊ ഞാൻ വീട്ടില് പറയാം ഇവളെ കാണുമ്പോൾ എനിക്കൊരു ആശ്വാസം. അതൊരു ആശ്വാസം തന്നെയാണ്. To see youngsters struggle makes us എന്തൊരു സുഖം. സാഡ് ഓൾസോ അല്ലേ അത് കാണാനും അവരുടെ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് എന്റെ പ്രശ്നം മാത്രമേ സാഡ് ആയിട്ടുള്ളൂ. ചിലപ്പോ ഞാൻ തലക്കിട്ടൂന്റെ കാര്യം ആലോചിക്കുന്നുണ്ടായിരിക്കും. Mother instinct. Yeah, we don't know that. Talk to us about puppies. Yes. And I can also talk about puppies and this. It's fine. Yeah, but being a mom is a whole different ball game. Okay, so now I'm going to ask her ഒരു അറിയില്ല എന്താ ചോദിക്കാൻ പോണെന്ന്. എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഭാവനയെ കുറിച്ചാ. ഓക്കെ, ഫിലിം ബേസ് ചോദിക്കാം നമുക്ക്. ഞാൻ ശില്പയുടെ ചോദിച്ചിട്ടാ ഭാവനയ്ക്ക് കഴിക്കാൻ എന്താ ഇഷ്ടം. കറുമുറു സാധനങ്ങൾ. ഓക്കെ, കൊള്ളത്തില്ലായിരുന്നു. അത് ഇടണ്ടാ പാവും. I bought tapioca, jackfruit, പിന്നെ some cheese. I like cheese balls. പിന്നെ lace also. Okay, ready? മൂവി ബേസ്ഡ് ആണല്ലേ? അറിയില്ല, പേഴ്സണലി വേണേ ചോദിക്കാം. രാവിലെ എത്ര മണിക്ക് കുളിച്ചു ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഉത്തരം കുളിച്ചു. അല്ല, ഭാവന എത്ര മണിക്ക് കുളിച്ചു ചോദിച്ചാൽ ഞാൻ പറയും എത്ര മണിക്ക് കുളിച്ചു. രാവിലെ എണീറ്റോടെ തന്നെ കുളിച്ചു. ഇന്ന് കുളിച്ചിട്ടില്ല. ഇന്ന് കുളിച്ച് മേക്കപ്പ് ഇട്ടതിന് ശേഷം മേല് കഴുകി. മേക്കപ്പ് അതെനിക്ക് അറിയില്ലല്ലോ. എന്തിനു വേണ്ടി നാണം കെടുത്താൻ ഇറങ്ങി പോയി സർപ്രൈസ്. അവിടെ തന്നെ തുടങ്ങാം. ഞങ്ങൾക്ക് അറിയാത്ത ഭാവനയെ കുറിച്ചുള്ള മറ്റൊരു കാര്യം. ഇപ്പൊ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. അത് ഞാൻ തമാശക്ക് പറയുന്നത്. നമ്മള് എല്ലാരും ഒന്ന് മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്തിട്ടല്ലേ. ബാച്ചിയുടെ കുറച്ച് ഡിഫറെന്റ് ആണ്. ഷീ ലൈക്സ് ടേക്കിംഗ് ഹർ ഓൺ സ്വീറ്റ് ടൈം. 2-3 hours മേക്കപ്പ്. മേക്കപ്പിന്റെ ലേയേഴ്സിന് ഇടുന്ന സമയമല്ല, ഞങ്ങൾക്ക് 2 മിനിറ്റിൽ റെഡി ആവാം. പക്ഷെ വാട്ട് ഷീ ഡസ് ഇസ് എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ച് പാട്ടൊക്കെ കേട്ട് വോയിസ് നോട്ട്സ് ഒക്കെ കേട്ട് സംസാരിച്ചുകൊണ്ടും കേട്ട്. സോ അത് സ്വീറ്റ് ടൈം എടുക്കും. ഞാൻ ചിലപ്പോ ഒരു കണ്ണ് മാത്രം എഴുതി പിന്നെ കാര്യം അന്വേഷിക്കാനൊക്കെ പോകും. പിന്നെ തിരിച്ചൊന്ന് അടുത്ത കണ്ണ് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറുന്നതിന് തൊട്ട് മുമ്പ് ഈ മേക്കപ്പിന് ഒരു പോറിൽ പോലും ഏൽക്കാണ്ട് കുളിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ട്. കഴിവ് ഒരു വല്ലാത്ത കഴിവാണ് അത്. കഴിഞ്ഞ് ഇവിടെയൊക്കെ നമ്മൾ തൊടില്ലേ സോപ്പ്. തലമുടി കഴുകാനല്ല, അല്ല തലമുടി കഴുകുമ്പോൾ ഫേസ് ഇസ് റൈറ്റ് ഹിയർ. ഈ കഴിവെല്ലാം ചൊറിഞ്ഞാൽ നമുക്ക് ചൊറിയില്ലേ? ലൈക്ക് ഭാവനയ്ക്ക് ചൊറി. സോറി അളിയാ, കൂടുതൽ കംഫർട്ടബിൾ കുഴപ്പമില്ല. ചേച്ചിക്ക് കിട്ടിക്കോളും. ഹാൻഡ് ഷവർ ഉണ്ടല്ലോ, അത് എനിക്ക് എന്താ അറിയാം. ബേസിക്കലി ഇപ്പൊ ഞാൻ ഷൂട്ടിന് പോകുമ്പോ ഫോർ എക്സാമ്പിൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റു. ഞാൻ എന്റെ സ്റ്റാഫ് ചിലപ്പോ 6 o'clock വരേണ്ടി വരും. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഒരു 7 ഉള്ളിൽ എല്ലാം തീർക്കണം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഇവന്റിന് വേണ്ടി റെഡി ആവുകയാണെങ്കിൽ എനിക്ക് ഐ ക്യാൻ ടേക്ക് മൈ ഓൺ സ്വീറ്റ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അവര് നമുക്ക് ഇറങ്ങണമല്ലോ. അപ്പൊ 7 o'clock മേക്കപ്പ് ഹെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ വേർക്കും, സ്വെറ്റ് ആവും. അപ്പൊ എനിക്ക് ഫ്രഷ് ആയിട്ട് ഇറങ്ങണം.
എല്ലാ ഹെയർ ഒക്കെ മേലെ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് ഐ മീൻ മേലഴുകിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഫ്രഷ് ആയിരിക്കും. മേലഴുകി വന്നിരുന്ന് മേക്കപ്പ് ചെയ്തോണ്ട് ഞാൻ പിന്നെ ഇരുന്നിരുന്ന് ഒരു വേർക്കുന്ന പോലത്തെ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വേർക്കുമ്പോ എത്ര വർഷം ഡു യു ഗോ ആൻഡ് ഹാവ്? പിന്നെ വൈകുന്നേരം എനിക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ OCD ഉണ്ട്. ഉണ്ടല്ലേ? ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഇപ്പൊ കേൾക്കുമ്പോ അത് എങ്ങനെയാന്ന് തോന്നും, പക്ഷെ I will try this one day. I'm going to go check it out. You feel very fresh when you're out for a shoot. No, today that was my plan because I'm already really sweaty. ഇനി എനിക്ക് ഒരു ഷൂട്ട് കൂടെ ഉണ്ട്. അപ്പൊ ഇതൊന്ന് try ഇതൊന്ന് ട്രയൽ അടിക്കാം. ലൊക്കേഷനിലേക്ക് പോകുമ്പോ എനിക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ട് അങ്ങ് Yeah, no, that's a good feeling. Okay, so here's your question. What was Bhavna's first film? ഫസ്റ്റ് ഫിലിം എനിക്ക് കറക്റ്റ് ആണെങ്കിൽ യു യൂസ് ചെയ്ത കറക്റ്റ് ഫിലിം. അത് ഒഫീഷ്യലി നമ്മളാണ്. അല്ലാത്ത അൺഒഫീഷ്യലി അൺഒഫീഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ അല്ലേ? കറക്റ്റ് അല്ലേ? അതിനു മുമ്പ് ഒരു TV ഷോ ഫോണിൻ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് പേര് ലോക്കൽ ചാനലിൽ. അത് ഞാനൊരു 9th 10th പഠിക്കുന്ന സമയത്ത് എന്താ പാടാം നമുക്ക് തെറ്റിപ്പോയാൽ അതാ തോന്നുന്നുണ്ട്. Okay, okay. What is her last film before Anomi? ബിഫോർ അനോമി കന്നഡ സിനിമയാണ്. ആണോ? Yeah. ഓ, ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനത്തെ മീലില് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള? നല്ല മൊരിഞ്ഞ ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ചിന് കൂടുതലും ഷീ പ്രിഫേഴ്സ് വെജിറ്റേറിയൻ, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങള്. അതിൽ കൂടുതൽ വെജി ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ ഇഫ് ഷീസ് ഇൻ എ മൂഡ് ഫോർ രാവിലെ തന്നെ ആരെങ്കിലും മൂഡ് കൊളാക്കിന്നുണ്ടെങ്കിൽ ഫുൾ ഡേ കൊളമാക്കാൻ റെഡിയാണ്. അപ്പൊ ഉച്ച മുതൽ നമ്മളല്ല ഡോമിനോസ് KFC അങ്ങനെ. പിന്നെ ഈ സ്നേഹം കാണിക്കാൻ വേണ്ടി കുറെ പേര് വീട്ടിൽ വരുമ്പോഴും കൊടുക്കുന്നത് വാട്ട് ഷീ ലവ്സ്, which is like chocolates, chips, cake. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനസ്സിൽ. But then she's very careful about her body, as you can see. പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ ഉണ്ടാക്കുന്ന പരിപ്പ് ദോശ, നല്ല നെയ്യിട്ട ക്രിസ്പി ദോശ. ദോശ is a vibe. Even I love ദോശ. What is ഈ രാവിലെ എണീക്കുമ്പോ മൂഡ് കൊളവാക്കുന്നത് നമുക്ക് ഏറ്റവും ഈസി എങ്ങനെയാ? അതില്ല, it's very unpredictable in her case because we never know. ചിലപ്പം രാവിലെ ഫാൻ ഒന്നും എന്തും പറ്റും. ഒരു കോള് അല്ലെങ്കിൽ അത് ഒരു ചെറിയ മെസ്സേജ് മേ ബി. വേറെ ചിലവരുടെ വിചാരമുണ്ട്, നമ്മുടെ ഇപ്പം ഫ്രണ്ട്സ് എന്ന് ഞാൻ പറയില്ല, നമ്മളൊക്കെ പരിചയത്തിൽ ഒരു വലിയ സർക്കിൾ തന്നെ ഉണ്ട്. അതിൽ ചിലപ്പം റാൻഡംലി ഒരു പേഴ്സൺ ഓൺലൈൻ എന്തെങ്കിലും കണ്ടു കാണും വേർ സംതിങ് ഇസ് നോട്ട് ഫെയർ ഫോർ ഹർ. അത് സ്നേഹം കൊണ്ടാണല്ലോ ഞാൻ ഭവനെ അറിയിക്കുന്നത് എന്നുള്ള രീതിയിൽ അറിയിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, which is not a great deal that they do from their side, because at the end of the day ഇത് നിങ്ങൾക്ക് ഒരു മെസ്സേജും കൂടി ആണെന്ന് മനസ്സിലാക്കിക്കോ. പലപ്പോഴും എനിക്ക് personally I have disliked people who do that, because why? നമുക്കറിയാം she's in some, I mean there's something that triggers her എന്നൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കാനുള്ള പേരിൽ പോയി ഇത് കണ്ടോ ഇത് അങ്ങനെ പറഞ്ഞ് മനുഷ്യന് സമാധാനം കളയുന്ന കാര്യങ്ങള് ചെയ്യുന്നതിനെ കൊണ്ട് അത് ട്രിഗേഴ്സ് ഹർ a lot. പിന്നെ അതത്തെ തിങ് ഷീ എക്സ്പ്രസസ് ഇറ്റ് ഇൻസ്റ്റന്റ്ലി. നമ്മളോടൊക്കെ വന്ന് പറയും എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് അത് ഇപ്പൊ അത് മൂവ് ചെയ്യാൻ സോൾവ് ചെയ്യാനൊക്കെ പറ്റും. അടി ഉണ്ടാക്കുമ്പോ ആരാ ആദ്യം സോറി പറയാ? നിങ്ങൾ രണ്ടുപേരില് നിങ്ങൾ വേണ്ടി ഉണ്ടാക്കാറില്ല? അപ്പൊ ഗ്രൂപ്പിൽ നിങ്ങൾ അല്ല അടി ഉണ്ടാക്കുന്നത്? അതായത് സോറി പറയേണ്ട അടിയല്ല, ഹെൽത്തി ഒരു എന്താ പറയാ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ബേസിക്കലി. അതിലിപ്പം ഇഫ് ഐ ഫീൽ ഷീസ് നോട്ട് ഗോയിങ് ടു ലൈക്ക് സംതിങ്, ഞാൻ ആദ്യം തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് പോലെ പറയും, സീ ഐ ആം നോട്ട്, യു ആർ നോട്ട് ഗോയിങ് ടു ലൈക്ക് വാട്ട് ഐ ആം ഗോയിങ് ടു ടെൽ യു. അങ്ങനെ പറയും. അപ്പോൾ അവർ റെഡിയാണ്, പ്രിപ്പയർഡ്. ഓക്കേ ഷീ ഈസ് സ്ക്രൂഡ് അപ്പ് എന്നുള്ള ഒരു സാധനം, ആ ഒരു സാധനം. വാട്ട് സോർട്ട് ഓഫ് മൂവീസ് ആണ് ഭാവനയ്ക്ക് ഏറ്റവും ഇഷ്ടം? She loves anything and everything now. പക്ഷെ ഇപ്പൊ കൂടുതലും ഡോക്യുമെന്ററി, ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ്, ക്രൈം ത്രില്ലർ, ഏതൊക്കെ? എല്ലാം, everything, you name it. Netflix or Prime or അരക്കി കുടിച്ച് from Ted Bundy tapes to Jeffrey Dahmer, Alpinist and House of Secret. Give me anything dark and gore, I'll sit and watch. Yeah, she'll enjoy it. എല്ലാം like you don't feel anything, you just like എനിക്ക് ഇഷ്ടമാണ്. She feels good. എന്താ അറിയോ, പിന്നെ ഡിസപ്പിയറൻസ് ഓഫ് മാഡ്ലിൻ മക്ലെയിൻ ഇപ്പൊ തന്നെ ഞാൻ ഒരെണ്ണം കണ്ടോണ്ടിരിക്കായിരുന്നു. എന്തായിരുന്നു അത് പേര് ഞാൻ മറന്നു. പിന്നെ ദ പെർഫെക്റ്റ് നെയ്ബർ, കുറെ ഡോക്യുമെന്ററീസ്. ഇതെന്ന് വെച്ചാൽ ഉണ്ടായ കാര്യങ്ങളാണ്, അതായത് മൂവീസ് ഒന്നുമല്ല, ഉണ്ടായ കാര്യങ്ങളാണ്. എനിക്ക് അതിനോട് ഭയങ്കര ഫാസിനേഷൻ. അതെ 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 അതെ. നോൺ ഫിക്ഷൻ എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു ഹൗ കൻ വി മേക്ക് ഭാവന ഇൻസ്റ്റന്റ്ലി ഹാപ്പി? പെട്ടെന്ന് ആ ഫേസ് ഇങ്ങനെ ഇരിക്കാണ് ഹാപ്പി ആക്കാൻ എന്താണ് ഒരു പോംവഴി? other than introducing their friends? എനിക്ക് തോന്നുന്നു ഇപ്പം ആ മൂഡ് ഇപ്പൊ കുറച്ച് ഡീപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റന്റ്ലി ഹാപ്പി ആകാൻ നോക്കാറില്ല.
പക്ഷെ ആള് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ്ഡ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായി ചെയ്യുന്ന പൊട്ടത്തരം തന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. സംതിങ് ദാറ്റ് വി ഡിഡ് ടുഗദർ വൈൽ വി വർ ഇൻ ദുബായ് ഓർ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം പറഞ്ഞാല് അത് മതി. What is it about Bhavna that you love? ശില്പയ്ക്ക് ഭാവനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? there are so many things. ചിലപ്പോ ഒരു 12 വർഷം മുമ്പ് എനിക്ക് ബബ്ലുവിന്റെ അടുത്ത് നിന്ന് ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ല ഇപ്പൊ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദ ഫ്രണ്ട്ലി നേച്ചർ, ഹൗ ഷീ മേക്സ് എവ്രി വൺ ഫീൽ കംഫർട്ടബിൾ ഹൂഎവേഴ്സ് അറൌണ്ട് ഹെർ, ആ ഒരു സാധനം. പക്ഷെ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഹൗ ഡസ് ഷീ ഡു ദിസ്, ലൈക്ക് എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നെക്സ്റ്റ് ഡേ യെസ് ഐ ആം ഗോയിങ് ടു ഡു ദിസ് എന്ന് എഴുതിയിട്ട് പോയി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള ഒരു കാര്യത്തില് സംതിങ് ദാറ്റ് ഐ വാണ്ട് ടു പാസ് ഓൺ ഈവൻ ടു മൈ ഡോട്ടർ ടു ലേൺ ഫ്രോം. So she's a woman. She's a woman. And a woman totally. She's a woman can. അതെന്നായിരിക്കും ചിലപ്പം അത് മനസ്സിലാക്കാൻ ഒരുപാട് പേര് കുറെ സമയം എടുത്തു. She had to go through something or whatever, I don't know. But എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ ചിലവർക്ക് സംഭവിച്ചതിന് ദൈവം എന്തെങ്കിലും റീസൺ കണ്ടിട്ടുണ്ടാവും. Probably it's a call for help for so many other people. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം if it had to happen to her, അതിന്റെ ഓരോ ദിവസം കഴിയുന്തോറും no wonder nobody else can do this എന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മൾ തകർന്നു പോയാലും നമ്മൾക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം റിയലൈസ് ചെയ്ത് പിറ്റേ ദിവസം എണീറ്റ് തന്നെ തോന്നി വരണമെങ്കിൽ like you said takes a and also something ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, if it does whatever doesn't break you, it only makes you stronger. Exactly. And I think the sheer strength of Bhavna is an inspiration to everyone. And ഇനി നമ്മൾ ഏറ്റവും ഈഗർ എന്ന് പറയുന്നത് ഭാവനയുടെ, ആക്ച്വലി നിങ്ങളുടെ തന്നെ ടീസറിൽ കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു ടീസറൊക്കെയാണ് ഇട്ടത്. സോ നമ്മൾ we kind of expecting ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫിലിം. പ്ലസ് ഓഫ് കോഴ്സ് the times have been crazy അല്ലെ, കഴിഞ്ഞ കുറെ വർഷം has been insane. So now I feel that ഭാവന എന്ന് പറയുന്നത് എല്ലാ മലയാളി വീട്ടിലും ഇപ്പം everybody is rooting for you, and that makes it very very exciting. So ഈ ഒരു സിനിമയെ കുറിച്ച് what is your expectation, Shilpa? അനോമിനെ കുറിച്ച് എന്താണ്? ആയതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബട്ട് ഐ റിയലി വിഷ് ദിസ് റീച്ചസ് ദ റൈറ്റ് ഓഡിയൻസ്. കാരണം ഇതൊരു സ്ട്രോങ് കോൺസെപ്റ്റ് ആണ്. അപ്പം ഇതിന്റെ കഥയുമായി ബബ്ലുവിന്റെ മുമ്പിൽ പോണതിന് മുമ്പേ തന്നെ എനിക്കൊരു ത്രെഡ് മനസ്സിലായി. കണക്ഷൻ കിട്ടോ ത്രൂ ആണ് എന്റെ കോണ്ടാക്ട് അവർക്ക്. അല്ല, അപ്പൊ ആ സമയത്ത് ഐ ന്യൂ ദിസ് വാസ് ഒരു സെൻട്രിക് ടോപ്പിക് ആണ്, ഒന്ന് കേട്ടു നോക്ക്, ഒന്ന് കണ്ടു നോക്ക് എന്നുള്ള രീതിക്ക് പോയപ്പോഴത്തേക്കും ഇറ്റ് ടുക്ക് ഓഫ് ഇൻ വെരി ഷോർട്ട് ടൈം. യൂഷ്വലി അത് റിജക്ട് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ബിക്കോസ് വാട്ട് എവർ ഇസ് കമ്മിങ് ഹെർ വേ, ഗുഡ് ഓർ ബാഡ്, ഷീ ഈസ് ജസ്റ്റ് ലീവിംഗ് ഇറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ വേറെ ഇന്റർവ്യൂസിൽ കുറെ ഓഫേഴ്സ് ആ സമയത്ത് അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു. യു സെഡ് നോ ടു സോ മെനി പീപ്പിൾ ആൻഡ് ടു ക്ലോസ് ഫ്രണ്ട്സ് ഓൾസോ ഇൻ ദി ഇൻഡസ്ട്രി. അവര് വിളിച്ചിട്ട് നോ പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഓക്കെ പറയാം. പക്ഷെ ഞാൻ സർപ്രൈസ്ഡ് ആയി പോയി. ദാറ്റ് മീൻസ് ഇറ്റ് റിയലി ഷീ ഫെൽറ്റ് ലൈക്ക് ഷീ ഹാഡ് ടു ബി ദേർ ഇൻ ദ മൂവി ഓർ സംതിങ്. ഷീസ് റെഡി. ഷീ വാസ് റെഡി. അപ്പം ഇപ്പൊ she wouldn't be sitting and promoting movies also. And how traveling from cities to cities. I've been talking to her about Anomi. ഇപ്പൊ ആദിത്യ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുക, ആദിത്യ പ്രൊഡ്യൂസർ, ആദിത്യം ഇവളും മുൻപ് പരിചയമുണ്ട്. അങ്ങനെയാണ് ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കഥ പറയാനും. പക്ഷെ ഇവൾക്ക് അതിന്റെ ഒരു ബേസ് അറിയണ്ടെന്നുള്ള ഫുൾ സ്ക്രിപ്റ്റ് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഇവളെ എന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ, നമ്മൾ കേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു കൊള്ളാം, ഇത് ആക്ച്വലി കൊള്ളാം, നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളൊരു കാര്യം. പിന്നെ ജസ്റ്റ് ടുക്ക് ഓഫ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറെ ഹാസിൽസ് ആൻഡ് ഹേർഡിൽസ് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ റിലീസിൽ വന്ന് നിൽക്കുകയാണ്. എന്റെ നടന്നതൊക്കെ നല്ലതിനാന്നുള്ള രീതിയിൽ ഇങ്ങനെ. അപ്പൊ ഞാൻ അഭിനയിച്ചത് കൊണ്ട് അല്ല ഞാൻ പറയുന്നത്. ദിസ് മൂവി truly deserve a chance. It deserves a chance. കാരണം ഇതിപ്പോ എങ്ങനെയാണെങ്കിലും ഇതിപ്പോ മോശം സിനിമയാണെങ്കിലും നിങ്ങൾ ഹിറ്റ് ആക്കണം എന്ന് എനിക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. അത് അങ്ങനെ ആവുമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് ഗിവ് ഇറ്റ് എ ചാൻസ്. അതായത് ഇപ്പൊ OTT വന്നത് കൊണ്ട് OTT വരുമ്പോ കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട് പേർക്കും ഉണ്ടാവും. പക്ഷെ ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് വിത്ത് സൈഫൈ എലമെന്റ് വരും. നേരത്തെ ഞാൻ സൗണ്ടിന്റെ കാര്യം പറഞ്ഞു, ഫസലാണ് ചെയ്തത്. ഇതിൽ നമ്മൾ സൗണ്ട് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഒരു സൗണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട്.
അത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ സൗണ്ട് പാർട്ടിക്കിൾസിന്റെ ആ ഒരു പേജ് ഒഫീഷ്യലി അത് കൺഫേം ചെയ്തിട്ടുണ്ട്. കാരണം അത് യൂസ് ചെയ്തിരിക്കുന്ന ഡ്യൂൺ പോലെ, ഓപ്പൺ ഹേമർ പോലെ, പിന്നെ വെപ്പൺസ് പോലെയുള്ള മൂവിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3D ഡയമെൻഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈവൻ സൈലൻസ് ഫീൽ സോ പവർഫുൾ. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സൗണ്ട് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ തിയേറ്ററിൽ കേൾക്കണം. അപ്പൊ അതിന്റെ ഒരു വിഷ്വൽ ഇത് എല്ലാം ഒരു സിൻക്രണൈസേഷൻ ആണ് ഇതിന്റെ. ആ വിഷ്വൽ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ഹവ് ഡൺ ദിസ് ഫിലിം, ഐ ഹവ് ആക്ടഡ് ഇൻ ദിസ്, ഗിവ് ദിസ് മൂവി എ ചാൻസ്. മൂവി തിയേറ്ററിൽ വന്ന് കാണൂ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കൺവേ ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ആൻഡ് ആ മൂവി റിലീസ് ചെയ്യുന്നത് is on the February 6th. Okay. ഞാൻ ഇന്ന് I had gone somewhere. Okay. So she sent you she just wanted to say hi to you. Okay. So I'm just going to play that video. Video വന്നാൽ. രണ്ടുപേരുടെ സിനിമ ഒരു ദിവസം റിലീസ് ആവും. സെയിം ഡേ വേറെ Same day hers and That is so sweet of Ashish. അല്ല അത് റിപ്പീറ്റ് അടിക്കാം. അതെ, ഞാൻ കണ്ടു. ഞാൻ മെസ്സേജ് Yeah. She's like, ആശിഷിന്റെ ജയറാമേട്ടൻ. So I was like, oh, let's send her a message. And she's like, well, she asked about how you're doing and all of that. അപ്പൊ എന്തായാലും 22nd. Thank you Ashish, thank you so much. 22nd അല്ലോ ഡേറ്റ് പറയുന്നത്. 6th of February, Anomi is hitting theaters, and I think very exciting ആയ ഒരു സമയമാണ് because ബാബിയുടെ 90th movie. She is ഞാനും ഞെട്ടിപ്പോയി 19 ഒക്കെ കണ്ടപ്പോ ഈ ഓൾഡ് ആയ ഒരു സീനിയർ ആക്ട്രസ്. അതെ എനിക്ക് തന്നെ നമ്മള് നമ്പർ ഇൻക്ലൂഡിംഗ് ഓൾ ദി ക്യാമിയോ സിനിമ വിട് 23 വർഷം മലയാള സിനിമയിൽ എല്ലാം കൂടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഇൻക്ലൂഡിംഗ് ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ചേർത്തിട്ടാണ്. long time. So when you think of the world of cinema, what is that thought? മനസ്സിൽ വരുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഭാവനയ്ക്ക് what does it mean to you? Cinema is something which I've always drawn to. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടിട്ടെ. കാരണം എൻ്റെ അച്ഛൻ മറ്റേ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞു തരുന്ന കഥകൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫെയറി ലാൻഡ് പോലെ ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്നുകൊണ്ടിങ്ങനെ അവിടെ നടക്കുന്ന എനിക്കെന്തോ കുറെ ഫണ്ണും കുറെ തമാശകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെയുള്ള. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു 3rd എന്താ പഠിക്കുമ്പോൾ ഞാനൊരു ടെലിഫിലിം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാനൊരു ഒരു കൊടയുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 7th 8th ഒക്കെ തൊട്ടിട്ടേ പല ആൾക്കാരുടെ അടുത്തൊന്നും കോള് വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കുട്ടീനെ ആവശ്യമുണ്ട്, ബാലട്ട മോൾക്ക് താല്പര്യമുണ്ടോ അത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫോർ സം റീസൺ അങ്ങനെ പോയിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മളൊന്നും അങ്ങനെ ട്രൈ ചെയ്ത് അങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളെ കാസ്റ്റ് ചെയ്യണം ഒന്നുമല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. അങ്ങനെ ഓർഗാനിക്കലി സംഭവിച്ചതാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ഒരിക്കൽ പോലും ഇനി എൻ്റെ ലൈഫ് ലോങ് ഞാൻ ഇതിൽ അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയോ അല്ലെങ്കിൽ ഇതിനെ പറ്റി സീരിയസ് ആയിട്ട് ഒന്നും ആലോചിച്ചിട്ടല്ല തുടങ്ങിയത്. ജസ്റ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ പടം കമ്മിറ്റ് ആയി, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ പടം കമ്മിറ്റ് ആയി. ബിക്കോസ് ലൈക്ക് വൺ ലൊക്കേഷൻ ടു അനദർ, ഇങ്ങനെ ട്രാവൽ ചെയ്ത് പിന്നെ എപ്പോഴൊക്കെയോ നോക്കി ഓക്കെ അപ്പൊ ഞാനിപ്പോ ഇതാണ് എന്റെ കരിയർ എന്നുള്ളത് തിങ്കിനാവാൻ കുറച്ച് സമയമായി. ആദ്യമൊക്കെ ഭയങ്കര ഒട്ടും സീരിയസ് ആയിരുന്നില്ല. പിന്നെ ഇപ്പൊ അവനെ ലുക്ക് ഓ മൈ ഗോഡ്, ഒരു ഗ്രേറ്റ് ബോഡി ഓഫ് വർക്ക്. Indian cinema you are one hell of an actress from the industry, so be proud. And I'm so happy to Anomi കാണാൻ വേണ്ടി. We are all very excited. ഞാൻ മാത്രമല്ല, I think കേരളക്കര മൊത്തം അല്ലേ? Absolutely. I'm sure your friends are rooting for you more than anybody else. And more power to you, my darling. And I'm excited for you. I just want to give you the tightest hug. This side lo podu. Thank you so much. Pleasure.